TP വധക്കേസിലെ പ്രതികളായ 10 പേർക്കാണ് ഇത്തരത്തിൽ വാരിക്കോരി പരോൾ അനുവദിച്ചിരിക്കുന്നത്. നിയമസഭയിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ചോദ്യത്തിനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. KC രാമചന്ദ്രന് 28 തവണകളായി 1081 ദിവസമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ട്രൗസർ മനോജിന് 26 തവണകളായി 1068 ദിവസവും അണ്ണൻ സജിത്തിന് 21 തവണകളായി 1078 ദിവസവുമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. 7 വർഷത്തിനിടെയാണ് ഇത്രയും പരോൾ അനുവദിച്ചതെന്നതും എടുത്തു പറയേണ്ടതാണ്. ഇവരെ കൂടാതെ KT രാജേഷിന് 21 തവണകളായി 940 ദിവസവും മുഹമ്മദ് ഷാഫിക്ക് 15 തവണകളായി 656 ദിവസവും ഷിനോജിന് 17 തവണകളായി 925 ദിവസവും റഫീഖിന് 24 തവണകളായി 782 ദിവസവും കിർമാണി മനോജിന് 17 തവണകളായി 851 ദിവസവും പരോൾ അനുവദിച്ചിട്ടുണ്ട്. കൊടി സുനിക്ക് 3 തവണകളായി 60 ദിവസമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. MC അനൂപിന് 15 തവണകളായി 900 ദിവസവും പരോൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേർക്കും കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ 227 ദിവസത്തെ ഇളവും ലഭിച്ചിട്ടുണ്ട്. എമർജൻസി ലീവ്, ഓർഡിനറി ലീവ്, കോവിഡ് സ്പെഷ്യൽ ലീവ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പേരുടെയും പരോൾ ആവശ്യം എന്ത് എന്നതിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കാനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഇത്തരം നിലപാടുകളെ നിയമപരമായി നേരിടുമെന്നും KK രമ സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. നമ്മളെയൊക്കെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോഴും ഈ സർക്കാരും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജയിലിൽ എടുത്തു നോക്കിയാൽ എത്ര പ്രതികൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള പരോൾ ലഭിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് TP കേസിലെ പ്രതികൾക്ക് മാത്രം ഇത് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്, CPM-നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത് സംബന്ധിച്ച് സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ PK കുഞ്ഞനന്ദൻ 2020 മാർച്ച് 30 ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും 2020 ജൂൺ 1 മരണപ്പെടുകയും ചെയ്തിരുന്നു. കുഞ്ഞനന്ദന് 327 ദിവസമായിരുന്നു പരോൾ അനുവദിച്ചിരുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.